നമസ്കാരം. നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതെ തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി വിവാദത്തിൽപ്പെട്ടിരുന്ന കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സെക്രട്ടറി, അതുപോലെ തന്നെ ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് സെക്രട്ടറി, ചീഫ് എക്സിക്യൂട്ടീവ്, ബ്ലൂട്രോണിക്സ് കമ്പനിയുടെ MD, മുൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD കെ എ രതീഷിനെ അന്ന് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാതെ ചന്ദ്രശേഖരനെയും രതീഷിനെയും എല്ലാം നിലനിർത്തിക്കൊണ്ടുപോയത്, സംരക്ഷിച്ച് നിർത്തിയത് പിണറായി വിജയൻ തന്നെയാണ്. എന്നാൽ അത് അന്വേഷണ പ്രോസിക്യൂഷന് വേണ്ടി UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അനുമതി കൊടുക്കുകയും ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിൽ മറ്റൊരു വിവാദം, ഹൈക്കോടതി വടിയെടുത്തതിൻ്റെ പേരിലാണ് നേരത്തെ പറഞ്ഞ ഈ രതീഷ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ സെക്രട്ടറി സ്ഥാനവും അതുപോലെ തന്നെ ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനവും ബ്ലൂട്രോണിക്സിൻ്റെ MD സ്ഥാനവുമെല്ലാം രാജിവെച്ചിരിക്കുന്നത്. ഒരാൾ എങ്ങനെയാണ് ഇത്രയധികം ഒരേ സമയത്ത് പദവികൾ ഇരിക്കുന്നത്? അത് അധികാര ദുർവിനിയോഗമാണോ? എങ്ങനെയാണ് ഇത്രയധികം അഴിമതി നടത്തുവാനുള്ള സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം വകുപ്പുകളുടെ തലപ്പത്തേക്ക് ഇങ്ങനെ ഒരാൾ എത്തപ്പെട്ടത് എന്ന് ഹൈക്കോടതി അതിനിശിതമായ രീതിയിൽ തന്നെ വിമർശിക്കുകയും ഉടൻ തന്നെ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്താവിശേഷം. കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശതകോടിക്കണക്കിനാണ് അഴിമതി നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പുറത്തു വന്ന കണക്കുകൾ ശരിയാണ്, അത് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ 500 കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം, അതായത് കെ എ രതീഷ് കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ചെയർമാനായി INTUCയുടെ അഖിലേന്ത്യാ നേതാവ് ചന്ദ്രശേഖരൻ ഇരിക്കുന്ന സമയത്താണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ അനുമതി നൽകിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പിന്നീട് UDF സർക്കാർ അധികാരത്തിൽ വന്ന് VD സതീശൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തതും. എങ്ങനെയാണ് ഫവാസ് ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത്? ഇപ്പോഴും വെള്ളാനകളായി നമ്മുടെ ഓരോ കോർപ്പറേഷനുകളെയും മാറ്റുന്നതിൽ ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പങ്കില്ലേ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2006 മുതൽ 2015 വരെയുള്ള കാലയളവ് ഏകദേശം 600ഓളം കോടി രൂപയുടെ അഴിമതി നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കേസായിട്ട് ഇതിൽ വരുന്നത്. മാത്രമല്ല ഇത് CBI ആണ് ഇത്തരത്തിൽ സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തത്. ഇതിൽ ഈ പറയുന്ന പോലെ മുൻ MD കെ എ രതീഷ് അദ്ദേഹമാണ് 1-ാം പ്രതി. 3-ാം പ്രതി പറഞ്ഞ പോലെ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ. നമ്മളെ വിഷയം ബന്ധപ്പെട്ട് മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള ചർച്ച നടത്തിയതായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുത്തിരുന്നത് ഈ പറഞ്ഞ പോലെ CPMൻ്റെ ഭരണകാലത്ത്. കാരണം അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള നോട്ടീസുകൾ പലവട്ടം കോടതി അയച്ചപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയത് പിണറായി വിജയനായിരുന്നു. ഒരു കോൺഗ്രസ് സംഘടനയുടെ INTUCൻ്റെ നേതാവിനെ സംരക്ഷിച്ച് നിർത്തുന്നത് ഇടതുപക്ഷ സംഘടനയുടെ നേതാവായ പിണറായി വിജയനായിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. അപ്പം എന്തായാലും അദ്ദേഹത്തിന് അപ്പം തന്നെ ഒരു കാര്യം ക്ലിയർ ആയിരുന്നു, കോൺഗ്രസ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിനുള്ള പിന്തുണ കൊടുക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ് എന്നുള്ളത്. പിന്നീട് ഹൈക്കോടതി തന്നെ CBI നേരിട്ട് അവിടെ വരികയും ഇത് പറഞ്ഞ പോലെ അഴിമതി നിരോധന നിയമപ്രകാരം, അതായത് PC ആക്ട് പ്രകാരം ഗൂഢാലോചന ഇതെല്ലാം ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ കേസൊക്കെ എടുക്കുമ്പോഴും അദ്ദേഹം യാതൊരുവിധ ഭയവും ഇല്ലാണ്ട് അപ്പോഴും തലസ്ഥാനത്ത് ഒരുപാട് പദവികൾ 3ഓളം പദവികൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഇരിക്കണം അദ്ദേഹം. അപ്പം ഇതിനാണ് കോടതി അതിരൂക്ഷമായ വിമർശനം നടത്തിയത്. ഇത്തരത്തിലുള്ള വലിയ തരത്തിൽ അഴിമതിക്ക് വിധേയനായ അല്ലെങ്കിൽ ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വലിയൊരു പദവിയിൽ ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഇരുത്തുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം ഉന്നയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം വേണം എന്നുള്ള രീതിയിൽ ബന്ധപ്പെട്ടാണ് കോടതി കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇപ്പോൾ R ചന്ദ്രശേഖരൻ്റെ കാര്യം തന്നെ നമ്മൾ കണ്ടതായിരുന്നു. പ്രോസിക്യൂട്ടിന് വേണ്ടിയിട്ട് പലതവണ ഏകദേശം 4ഓ 5ഓ തവണ പിണറായി വിജയൻ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ നോട്ടീസ് വരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ അതിന് സമ്മതിച്ചില്ല. കാരണം കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാവലും എല്ലാ സാധനവും കൊടുക്കുന്നത് ഈ പറഞ്ഞ പിണറായി വിജയനാണ്. പിന്നീട് ഭരണം മാറുമ്പോൾ VD സതീശൻ വരുന്നു. VD സതീശനെ വരെ സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു ഈ R ചന്ദ്രശേഖർ. പക്ഷേ സതീശൻ അത് നോക്കുന്നില്ല, കൃത്യമായ നിലപാടെടുക്കുന്നു. നിയമത്തിൻ്റെ നടപടിക്ക് പോട്ടെ എന്നുള്ള രീതിയിലാണ് സതീശൻ നിലപാടെടുത്തത്. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ പിന്നീട് അദ്ദേഹത്തിന് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ആ വിഷയം അവിടെ നടക്കുമ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള 1-ാം പ്രതിയായ ഇദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നു. ഇദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നും നടക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം 1-ാം പ്രതിയാണ്. CBI കൊടുത്ത കുറ്റപത്രത്തിൽ 1-ാം പ്രതി ഇദ്ദേഹം, 3-ാം പ്രതിയാണ് R ചന്ദ്രശേഖർ. അപ്പോൾ R ചന്ദ്രശേഖരൻ വരെ മാറിയിട്ടും ഇദ്ദേഹം തലസ്ഥാനത്ത് തന്നെ തുടരുന്ന പ്രക്രിയയാണ് കണ്ടത്. ഇതിനെതിരെയാണ് കോടതി അതിരൂക്ഷമായ വിമർശനം നടത്തിയത്. ഏറ്റവും അവസാനം കോടതി തന്നെ വടിയെടുത്ത്, സാറ് പറഞ്ഞ പോലെ വടിയെടുത്ത് രംഗത്ത് ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് അവസാനം ഗവൺമെൻറ്റും ഇടപെടുന്നു. ഗവൺമെൻറ് ഇടപെട്ടു എന്നല്ല, അദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റുന്നു.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കാൻ കാരണം ഏറ്റവും അവസാനം ഒരു നിവൃത്തിയില്ലാണ്ട് കോടതി തന്നെ നേരിട്ട് ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, അത് വി.എസ്. അച്യുതാനന്ദൻ തന്നെയായിരുന്നു. അപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ.എം. ഷാജഹാൻ, അദ്ദേഹമാണ് ഈ കേസുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രത്തോളം വലിയൊരു നിയമ പോരാട്ടം നടത്തുകയും ഈ കെ.എ. രതീഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജിയിലേക്ക് ഇത് കലാശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നേറുകയും ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരികയും ഹൈക്കോടതി ഇത്രയും സുശക്തമായൊരു നിലപാടിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തതിൽ അതിൻ്റെ പുറകിൽ കെ.എം. ഷാജഹാൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ വീണ്ടും പോയതൊക്കെ. അതെ, തീർച്ചയായും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ അത്തരം ചില ആളുകളുടെ ഇടപെടലുകൾ നമ്മൾ കാണാതെ പോകരുത്. അഥവാ ഏതെങ്കിലും തരത്തിൽ കോടതി ഇടപെട്ട് കഴിഞ്ഞൊരു നിയമപരമായ നടപടിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മൾ ഇത്തരം കേസുകൾ ചർച്ച ചെയ്യുന്നു, ആ വാർത്തകൾ പുറം ലോകം അറിയുന്നു. പക്ഷേ അതിന് പുറകിൽ ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയെ കണക്കിലെടുത്തുകൊണ്ട് ഇത്തരം അഴിമതികൾ ചൂണ്ടിക്കാണിച്ച് അതിനൊരു കോടതിയുടെ ഭാഗത്ത് നിന്ന് നിയമപരമായ നടപടി കൈക്കൊള്ളുവാനും ആ നടപടി പ്രകാരം സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ജനങ്ങൾക്കുമെല്ലാം സുസ്ഥിരമായ ഒരു പുരോഗതി കൈവരിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്ന ആളുകളെ കാണാതെ പോകരുത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കെ.എം. ഷാജഹാനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളത് പറയാനാണ് ഈ വാക്ക് എടുത്തു പറഞ്ഞത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് ഇപ്പം ഭരണത്തിലേറെ ഒരുപാട് തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു. ഭരണത്തിലിരിക്കുമ്പോൾ പോലും പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഇത്രയേറെ പ്രതിസന്ധി കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭരണത്തിലേറുമ്പോൾ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള ആൾക്കാരുടെ കൃത്യമായിട്ട് ഇടപെടാൻ അല്ലെങ്കിൽ അവരെ കയ്യിലാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. മറുവശത്ത് ഇത്തരത്തിലുള്ള വലിയ തരത്തിൽ ഇപ്പം ഏതൊരു സർക്കാരും, ഇപ്പം ഞാനാണ് മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഒരു നേതാവിനെതിരെ സാധനം വരുമ്പോൾ സതീശൻ കൃത്യമായിട്ട് സാധനങ്ങൾ ചെയ്തു. പക്ഷേ എന്നിട്ടും അദ്ദേഹം ആ ഒരു തൽസ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അവസാനം ഒരു നിവൃത്തിയില്ലാണ്ട് കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് അവസാനം അദ്ദേഹത്തിൻ്റെ രാജിയിലോട്ട് ഈ സാധനം നീങ്ങിയത്. അപ്പോൾ അത്രയും കാലം ഈ ഒരു സർക്കാർ എന്ത് ചെയ്യായിരുന്നു എന്നുള്ള സാധനം, കാരണം ഇതൊക്കെ ഡാമേജ് ചെയ്യുന്നത് സർക്കാരിനാണ്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമല്ല, കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉണ്ടായ സംഭവമാണ്. അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു മാറാൻ സർക്കാരിന് സാധിക്കില്ലല്ലോ. അതെ, അപ്പം ഇത്തരത്തിൽ സർക്കാർ ഓൾറെഡി നിലപാടെടുക്കേണ്ടതായിരുന്നു. ഇത്രയും വൈകിയത് കൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ സാധനം തിരിഞ്ഞു വരുന്നതും അവസാനം ഒരു നിവൃത്തിയില്ലാണ്ട് കോടതി തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെടുന്നതും. മാത്രമല്ല CBI പറഞ്ഞിട്ടുള്ള ഏകദേശം 600ഓളം കോടി രൂപയുടെ അഴിമതിയാണ് ഈ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. 2005 മുതൽ ഇങ്ങോട്ട് വരെയുള്ള ഒരുപാട് കാലയളവിൽ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് കശുവണ്ടിയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് കോടതി CBI തന്നെ അന്വേഷിച്ച് ഉത്തരവ് കൊടുത്തിട്ടുള്ള. അപ്പോൾ ഇദ്ദേഹത്തിന് 1-ാം പ്രതി 2-ാം പ്രതി 3-ാം പ്രതി ഇവർക്കെതിരെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടും ഇവരെല്ലാവരും ആ തലസ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോലെ VS-ന്റെ ആൾ തന്നെ ഇടപെടേണ്ടി വന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഈ കെ രതീഷിന് ഈ പിണറായി വിജയനൊക്കെ ബന്ധമുണ്ടെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത്രത്തോളം വലിയ അഴിമതി നടത്തിയിരിക്കുന്ന ഒരാൾ, അതും എതിർ പാർട്ടിയിൽപ്പെട്ട ഒരാൾ, അതായത് ഈ ചന്ദ്രശേഖരൻ INTUC-യുടെ ട്രേഡ് യൂണിയൻ നേതാവ് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയനാണ്. അങ്ങനെ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പിണറായി വിജയൻ ഈ 600 കോടി രൂപയുടെ അല്ലെങ്കിൽ 500 കോടി രൂപയുടെ അഴിമതി പുറത്തു വന്നിട്ടും പ്രോസിക്യൂഷന് അനുമതി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനിടയിൽ തീർച്ചയായും അസ്വാഭാവികമായ ചില നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതിപ്പോൾ കെ രതീഷുമായിട്ടുള്ള ബന്ധുത്വമാവാം, അല്ലാന്നുണ്ടെങ്കിൽ കോടികൾ കൈമാറിയിട്ടുള്ള അല്ലെങ്കിൽ കൈമറിഞ്ഞിട്ടുള്ള ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ പണമിടപാടുകളൊക്കെ സംശയിക്കുന്നതിൽ തെറ്റില്ല. എന്തായാലും ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാകുന്നു, ഈ പിണറായി വിജയൻ സർക്കാർ 10 വർഷക്കാലം ഭരിച്ച് ഇറങ്ങിപ്പോയിട്ടും ഈ ഭരണസിരാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഇടനാഴികളിൽ ഇപ്പോഴും പിണറായി വിജയൻ്റെ അധീശത്തിൻ്റെ അധികാരശക്തിയുടെ പ്രേതം കയറിയിറങ്ങി നടക്കുന്നു. അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥരിലും ആ പ്രേതം ആവേശിച്ചിരിക്കുന്നു, അവരിപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല. അതിന് ഉച്ചാടന ക്രിയകൾ നടത്താൻ വി.ഡി. സതീശൻ സർക്കാർ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഫവാസ് സൂചിപ്പിച്ചതുപോലെ ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും വീണ്ടും ഇതുപോലെ പഴികൾ കേൾക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.